നമസ്കാരം, ടെഡി ദേവൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചരക്കയും ഉണങ്ങിയ ചെമ്മീൻ കറിയുമാണ്. ഒരു നാടൻ വിഭവമാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മൾ ഒരു ചുരക്ക എടുക്കുക, ഉണങ്ങിയ ചെമ്മീൻ എടുക്കുക. പിന്നീട് നമ്മൾ ചുരക്ക നല്ല ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. പിന്നെ ചെമ്മീൻ വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ ഒരു കളറ് മാറുന്ന വരെ വറുത്ത് നമ്മൾ അതിൻ്റെ വാലും കൊമ്പൊക്കെയും കളഞ്ഞെടുത്ത് വെക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ക്യൂബായി മുറിച്ച ചുരവക്കായും 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ചുവന്നുള്ളി, വേപ്പില, ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. നമ്മളൊരു മൺചട്ടി എടുക്കുക, അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുക, ഇഞ്ചി ചതച്ചത് ഇടുക, പച്ചമുളക്, വേപ്പില, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരവക്കായ ഇടണം കേട്ടോ. ഒരു മീഡിയം സൈസിലാണ് നമ്മൾ മുറിക്കേണ്ടത് ചുരവക്കായ. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. നല്ല എരിവുള്ള മുളകായ കാരണമാണ് ഇത്ര ഇട്ടത്. എരിവുമുണ്ട്, കളറുണ്ട് മുളകിന്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. എപ്പോഴും കൈയളവിലാണ് ഞാൻ എടുക്കാറ്, അതുകൊണ്ട് പാകത്തിന് ഉപ്പിടാം കേട്ടോ. എന്നിട്ടിത് ഇളക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിന് മൂടി നിൽക്കുന്ന രീതിയിൽ ഒഴിക്കുക. ഇളക്കിയിട്ട് അടപ്പത്ത് വയ്ക്കുക കേട്ടോ. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഏതാണ്ട് വേവൊക്കെ ആയിട്ടുണ്ട്. അധികം വേവൊന്നുമില്ല ഇതിന്. പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് വാളംപുളിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉണക്ക ചെമ്മീൻ, ഈ സമയത്താണ് നമ്മൾ ഉണക്ക ചെമ്മീൻ വറുത്തത് ഇടുക അതിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു വേവും മണം ഇതൊക്കെ ഈ സമയത്ത് ഇടുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നതിന് പുളി പിഴിഞ്ഞ് ഒഴിക്കണുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചോറിലേക്കുള്ള കറി ആകാനുകൊണ്ടാണ് പുളി നമ്മൾ ഒഴിക്കുന്നത്. പുളി ഇല്ലാതെയും ഇത് ചുരക്കയും ചെമ്മീനും വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് പുളി ഒഴിച്ചിട്ടുള്ള കറിയാണ്. ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ, അതിന് വലിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കുക, പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക നമ്മൾ. പിന്നെ ഒരു അരമുറി നാളികേരം നമ്മൾ ചെറുക്കി എടുത്തിട്ട് അത് അരച്ചെടുത്തതിന് ശേഷം അത് ഒഴിക്കുക. ഇളക്കിയിട്ട് ഒരു ചെറിയൊരു തിള വരുമ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ. അധികം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഇതാവാൻ നിൽക്കരുത്, ഓഫ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ചെറുള്ളിയാണ് നമ്മൾ താളിച്ചിടുന്നത്. അപ്പോൾ ചെറുള്ളി എടുത്തിട്ട് നമ്മൾ താളിക്കണം. നല്ലൊരു ചുരക്ക ചെമ്മീൻ കറി, ഉണങ്ങിയ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയാവുന്നൊരു ഡിഷാണിതിൽ. നല്ലൊരു മണക്കി തിന്ന് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക ചെമ്മീൻ്റെ മണം. ഇതിലേക്ക് താളിച്ച് ഒഴിക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.